ഇന്ന് പുത്തൻപുള്ളിരിയിൽ ഒരു അതിഥിയുണ്ട്. തിരുവനന്തപുരത്തിന്റെ സ്വന്തം മേയർ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ പിതാവ് മേയർ വി രാജേഷ്. സ്വാഗതം. നമസ്കാരം. 4.5 പതിറ്റാണ്ട് കാലത്തെ CPM കോട്ട തകർത്ത് BJP ഭരണം പിടിച്ചതാണ്. ജനങ്ങളുടെ വലിയ പ്രതീക്ഷയാണ്. കേന്ദ്ര സർക്കാർ ചേർത്ത് പിടിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രിയുടെ ആ അഭിനന്ദന കത്ത്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. തീർച്ചയായും വളരെയധികം പ്രതീക്ഷയിലാണ്, നല്ല ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി കേരളത്തെയും തിരുവനന്തപുരത്തെയും പൂർണ്ണമായും അദ്ദേഹം അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ഒരു കത്ത് പറഞ്ഞപ്പോൾ അതിലെ ഓരോ വാചകങ്ങളും എത്രത്തോളം മുന്നോട്ട് തിരുവനന്തപുരത്തിന് പോകാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കും, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ജനങ്ങളിൽ വാരി വിതറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ തുടക്കത്തിൽ തന്നെ, ഇപ്പോൾ ഭരണത്തിലെത്തിയതിന് ശേഷമല്ല, ഞങ്ങൾ വർഷങ്ങൾ കൊണ്ടേ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അനന്തമായ സാധ്യതകളുള്ള നഗരമാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്തെ ഓരോ മണൽത്തരിയെയും സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാവർക്കും ആ വികസനത്തിൻ്റെ, എല്ലാവരിലേക്കും ആ വികസനത്തിൻ്റെ സുഗന്ധം പകരുവാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യും. അതിൻ്റെ പ്രവർത്തനം നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4.5 പതിറ്റാണ്ട് കാലം CPM ഭരിച്ച് മുടിച്ച നഗരമാണ്. ഈ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനം പിടിച്ചാൽ പിന്നെ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് മുന്നിലുള്ളത്. എങ്ങനെയാണ് തലസ്ഥാനത്തെ ഈ ആദ്യ ദിവസങ്ങളിൽ, ഇന്നലെ തന്നെ ഞായറാഴ്ചയായിരുന്നു, എന്നിട്ടും കർമ്മമണ്ഡലത്തിൽ അങ്ങ് വ്യാപൃതനായിരുന്നു. പ്രഭാത സവാരിക്കാർക്കൊപ്പം തന്നെ ഇറങ്ങി അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടറിഞ്ഞ് നമ്മൾ ലൈവിലൊക്കെ കണ്ടതാണ്, പുത്തരിക്കണ്ടത്ത് അങ്ങ് വ്യാപൃതനായിരുന്നു. എങ്ങനെയാണ് ഈ ആദ്യ ദിവസങ്ങളിൽ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം, ഒപ്പം അവരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങയുടെ മുന്നിലേക്ക് വന്നു തുടങ്ങിയോ? അല്ല, ഇന്നലെ പുത്തരിക്കണ്ടത്ത് രാവിലെ 6:30ക്കാണ് പോയത്. പുത്തരിക്കണ്ടത്ത് മാത്രമല്ല, ഇന്നലെ രാവിലെ 6:30 പോയി രാത്രി 11:30 മണി വരെ വ്യത്യസ്തമായ നഗരത്തിലെ പരിപാടികളിലുമായിരുന്നു. കുറച്ച് സമയം ഓഫീസിലായിരുന്നു. മാധ്യമങ്ങൾ വന്നത് കണ്ടിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ തിരുവനന്തപുരത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നഗരത്തെ എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എന്നെയോ ഞങ്ങളോടൊപ്പമുള്ള 50 കൗൺസിലർമാരെയോ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഞായറാഴ്ചയിൽ പ്രവർത്തിക്കുന്നു, രാത്രിയിൽ പ്രവർത്തിക്കുന്നു, കുറച്ച് പുലർച്ചെ എഴുന്നേൽക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമുള്ള, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം എന്താണ്, ഞങ്ങൾ 10, 20, 25, 30 വർഷം കൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് വേണ്ടി, പ്രത്യേകിച്ചും പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അങ്ങനെ ചെയ്താൽ മാത്രമല്ലേ പ്രതികൂല സാഹചര്യം നിൽക്കുന്ന കേരളത്തിൽ ഈ ആശയത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പതിറ്റാണ്ടുകളായി അങ്ങനെ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഈ മേയർ പദവിയിലെത്തിയാലും അത് തുടരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇത് തുടരുന്നത്. ഇത് ഞാൻ മാത്രമല്ല, മേയർ മാത്രമല്ല, ഇപ്പോൾ NDA മുന്നണിയിൽ ജയിച്ചു നിൽക്കുന്ന 50 കൗൺസിലർമാരും ഇതുപോലെ ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് കൗൺസിലർമാരെ പോലും, മറ്റ് 2 മുന്നണിയിലും ഇന്നും വിജയിച്ചു വന്ന കൗൺസിലർമാരെ ഉൾപ്പെടെ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അങ്ങനെ ഓരോരുത്തരുടെയും ശാരീരിക ശേഷി അനുസരിച്ച്, ഓരോരുത്തരെയും വ്യക്തിപരമായി നീക്കി വയ്ക്കാൻ പറ്റുന്ന സമയം, കഴിഞ്ഞുള്ള സമയം പൊതുപ്രയോഗത്ത് മാറ്റിവെക്കുന്നതനുസരിച്ച് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇന്നലെ രാത്രി 9:30 മണിക്കാണ് ഒരു സ്വതന്ത്ര കൗൺസിലർ സുധീഷ് കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വാർഡിലെ ചില കാര്യങ്ങൾ മേയറോട് ധരിപ്പിക്കാൻ വന്നു. അപ്പോൾ ഒരു സ്വതന്ത്ര കൗൺസിലർ വളരെ ആക്റ്റീവായിട്ട് ചെയ്തു. ഇന്നലെ രാവിലെ തന്നെ പാറ്റൂർ രാധാകൃഷ്ണൻ ഒരു വളരെ നല്ല പരിപാടി അദ്ദേഹത്തിൻ്റെ വാർഡിൽ സംഘടിപ്പിച്ചു. ഞായറാഴ്ചയാണ്, വളരെ നല്ല മനോഹരമായ പരിപാടി. 100 കണക്കിന് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് വികസന ചർച്ച സംഘടിപ്പിച്ചു. അപ്പോൾ വാർഡുകളൊക്കെ തന്നെ ചലനാത്മകമാവുകയാണ്, ലൈവ് ആവുകയാണ്. ഞങ്ങൾക്ക് എത്ര സമയം പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. 18 മണിക്കൂർ പ്രവർത്തിക്കാൻ NDA മുന്നണിയിൽ വിജയിച്ചു വന്ന ഒരു കൗൺസിലർമാർക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അവർക്ക് നല്ലൊരു ഭരണം ഉറപ്പാക്കി കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. അത് പലപ്പോഴും താങ്കൾ പറഞ്ഞു കേട്ടു. തിരുവനന്തപുരത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കാനാണ് തീരുമാനം എന്നുള്ളത്. എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഒരു പിന്തുണയൊക്കെ? ഞങ്ങൾ അങ്ങോട്ട് പിന്തുണ കൊടുക്കും. അവർ വരുന്ന ന്യായമായ ആവശ്യങ്ങൾക്കെല്ലാം തന്നെ ഞങ്ങളുടെ മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്നും, അതോടൊപ്പം തന്നെ ഭരണ മുന്നണിയുടെ ഭാഗത്തു നിന്നും, ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുക്കുമല്ലോ,
ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നേരായ കാര്യങ്ങൾക്ക്, ജനങ്ങളുടെ കാര്യങ്ങൾക്ക്, നിയമപരമായി അംഗീകരിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അകമഴിഞ്ഞ പിന്തുണ കൊടുക്കും. അതിന് ഏത് മുന്നണിയിൽ നിന്ന് ജയിച്ചു, ഏത് ചിഹ്നത്തിൽ ജയിച്ചു, അവിടെ അടുത്തതിന് BJP വിജയിക്കുമോ, ഇങ്ങനെയുള്ള ഒരു ആശങ്കയോ ചിന്തയോ ഞങ്ങളെ വികസന പ്രവർത്തനങ്ങൾ അലട്ടുകയില്ല. അതൊക്കെ അപ്പോഴത്തെ കാര്യം, അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നോക്കാം. അപ്പോൾ ഈ പിന്തുണ ഞങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണമുന്നണിയെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പിന്തുണ അവരിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായിട്ടും മുതിർന്ന നേതാക്കന്മാരൊക്കെ ജയിച്ചു വന്നിട്ടുള്ളതുകൊണ്ട് ഗൗരവമായ രാഷ്ട്രീയം കാണുന്ന നിരവധി പേർ പ്രതിപക്ഷത്തൊക്കെ ഉള്ളതുകൊണ്ട് അവരും അക്കാര്യങ്ങളെ സഹകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാത്തൊരു സാഹചര്യം ഇപ്പോഴില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യം ചർച്ച ചെയ്ത് അത് തരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഞങ്ങൾ കണ്ടെത്തും. അതോടൊപ്പം തന്നെ ചോദിക്കുകയാണ്, ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഇത്രയേറെ ദിവസങ്ങൾ കഴിഞ്ഞു. CPM-നെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള പല രീതിയിലുള്ള പദ്ധതികളും അവതരിപ്പിച്ചു. പലതും പ്രഖ്യാപനങ്ങളായിരുന്നു. ഈ കിച്ചൺ ബിന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഒപ്പം തന്നെ മരാമത്ത് പണികളിലെ അഴിമതി, അതുപോലെ തന്നെ തെരുവുനായ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾക്ക് അതിലൊക്കെ ഒരു പരിഹാരം ആവശ്യമാണ്. അത് തന്നെയാണ് BJP ഭരണത്തിൽ ഏറ്റാൻ BJP-യുടെ കയ്യിൽ വളരെ ഭദ്രമായി നഗരസഭയെ ഏൽപ്പിക്കാനൊക്കെ എടുത്ത തീരുമാനങ്ങൾ എങ്ങനെയാണ്? ആദ്യ സമയങ്ങളിൽ കണ്ടറിഞ്ഞ പ്രശ്നങ്ങൾ, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്തിൻ്റെ നിരവധി പ്രശ്നങ്ങളുണ്ടല്ലോ. തിരുവനന്തപുരത്ത് ഒരു 16 ലക്ഷം ജനങ്ങൾ, ഒരു 9-10 ലക്ഷം വോട്ടർമാരുണ്ട്. അതിൽ ഒരു 10-16 ലക്ഷം ജനങ്ങളുണ്ടെന്നാണ് ഏറെക്കുറെ കണക്കാക്കുന്നത്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേർ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ആൾക്കാർക്ക് പരിഹരിക്കണമെന്ന് അവരുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അതിലേറെ ഒരു 80% പ്രശ്നങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇന്നലെ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തത് അതെങ്ങനെ പരിഹരിക്കണമെന്ന് ആലോചിക്കണം. അതായത് നഗരത്തിൽ പല സ്ഥലങ്ങളിൽ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ടോയ്ലറ്റുകളൊന്നും തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ കിഴക്കേക്കോട്ട ഇവിടെയൊക്കെ വന്നിറങ്ങുന്ന ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുക. അത് എത്ര എണ്ണം ഉണ്ടെന്ന് ഇന്നും നാളെയായിട്ട് എണ്ണി കണക്കെടുത്തിട്ട് പുതിയതിപ്പോൾ വയ്ക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഉള്ളതിനെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച ഇന്നലെ രാത്രി ആരംഭിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നേരത്തെ താങ്കൾ പറഞ്ഞ തെരുവുനായി പ്രശ്നം, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നിരവധി വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചർച്ചയല്ല, പക്ഷേ ഇനി ആക്ഷനിലേക്കാണ്. അതിൻ്റെ ചില കാര്യങ്ങളിൽ നിന്ന് സംസ്ഥാന BJP അധ്യക്ഷനുമായിട്ട് സംസാരിച്ചു. പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ അക്കാര്യത്തിൽ അദ്ദേഹം തന്നിട്ടുണ്ട്. ഇനി മറ്റുള്ള മേഖലയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് 1 by 1 ആയിട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് സാധ്യതകൾ തുറക്കുന്നതിലേക്കുള്ള തുടക്കമായിരിക്കും. പിന്നെ കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ ഉദ്യോഗസ്ഥരുമായി ചില കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് സ്മൂത്താക്കി കൊടുക്കണം. അതുപോലെ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് വരുമാന ചോർച്ച തടയുന്നതിൽ, അതോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങൾ ഓരോ ദിവസവും തുരുമ്പെടുത്ത് പോവുകയാണ്. അതിന് നിയമപരമായിട്ട് ആവശ്യമില്ലാത്ത ഉപയോഗിക്കാത്ത വാഹനങ്ങൾ എങ്ങനെ ലേലം ചെയ്ത് കോർപ്പറേഷൻ മുതൽക്കൂട്ടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ നമ്മുടെ നേരത്തെ തന്നെ പറഞ്ഞു നമ്മുടെ കടകളൊക്കെ കുറിച്ച് റീടെൻഡർ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. 1 by 1 ആയിട്ട് അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. അതോടൊപ്പം തന്നെ ഈ ഈസ്റ്റ് ഫോർട്ടിലെ ഫ്ലൈ ഓവർ നമുക്കറിയാം, അവിടെ ആളുകൾ അത് എങ്ങനെ ഉപയോഗപ്രദമാക്കണം എന്നുള്ള രീതിയിലൊന്നും ആളുകൾ കയറുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ എങ്ങനെ നമുക്കിനി പരിഹരിക്കാൻ പറ്റും? കാരണം ഒരു പ്രായോഗിക രീതിയിലേക്ക് കാര്യങ്ങൾ എത്താതെ CPM അതെല്ലാം തന്നെ ചെയ്തു വച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ഇനി ഉള്ളതിൽ നമുക്ക് കൂടുതൽ മിനുക്ക് പണികൾ നടത്തേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മേൽപ്പാല പ്രശ്നം, ഇതെല്ലാം തന്നെ അങ്ങയുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതിൽ ഞാൻ കഴിഞ്ഞ 6-7 ദിവസമായി സംസാരിക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ ചില സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്നത് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരാണ്. രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് പ്രവർത്തിച്ചുള്ള പരിചയമുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനമെടുക്കുവാൻ, സമൂഹത്തിൻ്റെ പൾസ് അറിയാനൊക്കെ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷേ മറ്റുള്ള എല്ലാ മേഖലകളിലും രാഷ്ട്രീയ നേതാക്കന്മാർ എക്സ്പെർട്ടുകളല്ല. അതുകൊണ്ട് തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത് ഏതൊരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപും ആ മേഖലയിലെ വിദഗ്ധരുമായിട്ട് സംസാരിക്കണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 5 വർഷം കൗൺസിലറായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു റോഡ്, ഒരു ഇടവഴി ടാർ ചെയ്യുന്നു, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്നു, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈൽ പാകുന്നു, അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്തുള്ള റെസിഡൻസ് അസോസിയേഷൻ, അവിടെയുള്ള പ്രധാനപ്പെട്ട പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർ, അവരുമായിട്ടൊന്ന് സംസാരിക്കണം. കാരണം അവർക്കാണ് നല്ല മഴ പെയ്യുമ്പോഴേക്കും എവിടെയാണ് വെള്ളം കെട്ടുന്നത്, എവിടെയാണ് എന്താണ് പ്രശ്നം ആ റോഡിൻ്റെ. അപ്പോൾ ജസ്റ്റ് അവരുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വേനൽ സമയത്ത് നമ്മൾ റോഡ് അങ്ങ് ടാർ ചെയ്തിട്ട് പോകും, പക്ഷേ മഴ പെയ്യുമ്പോഴേക്കും ആയിരിക്കും വേറൊരു സ്ഥലത്തായിരിക്കും വെള്ളക്കെട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് അപ്പോൾ നമ്മളെന്ത് ചെയ്യും, വീണ്ടും അവിടെ മെയിൻ്റനൻസിന് വേണ്ടി വീണ്ടും എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഫയൽ തയ്യാറാക്കി നമ്മൾ ഫണ്ട് സാങ്ഷൻ ചെയ്യുക. അപ്പോൾ 2 തവണ പണം ചിലവാക്കേണ്ടി വരും. മറ്റൊന്ന്, ആ പ്രദേശത്തുള്ള ജീവിക്കുന്ന ആൾക്കാരുമായി ഒന്ന് സംസാരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും മഴ പെയ്യുമ്പോൾ ഇന്നിടത്ത് ഇത്ര വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ എഞ്ചിനീയറെ, ഓവർസിയറെ, AE വിളിച്ച് കാണിച്ചതിന് ശേഷം നമുക്ക്
അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇപ്പം മേൽപ്പാലം താങ്കൾ പറഞ്ഞ ഈസ്റ്റ് പോർട്ട്, അവിടെ ഒരു മേൽപ്പാലം നിർമ്മിക്കുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് അവിടുത്തെ കച്ചവടക്കാരോട്, ഓട്ടോറിക്ഷ തൊഴിലാളികളോട്, അതോടൊപ്പം തന്നെ എഞ്ചിനീയർമാരോട് ഇവിടെ ഒരു പാലം നിർമ്മിച്ചാൽ ദിവസം എത്ര പേര് യാത്ര ചെയ്യും, ഇത്രയും ഹൈറ്റിൽ ആൾക്കാർ കയറുമോ, അവർക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ഇത്ര കോടി രൂപ മുടക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രയോജനം നാട്ടുകാർക്ക് കോർപ്പറേഷൻ ഉണ്ടാകുമോ, അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളം ചിലവാകാതെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് സംവിധാനം ഉണ്ടോ എന്നുള്ള ഒരു 1-2 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ചർച്ച ചിലപ്പോൾ നമ്മൾ അവിടെ ചെല്ലേണ്ടി വരും. ആ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പണം പ്രയോജനപ്രദമായി ചിലവാക്കാം. അല്ല നമ്മളൊരു കൗതുകത്തിന് വേണ്ടി ചിലവാക്കുന്ന ഒരു ഘട്ടം വന്നാൽ ഒരു പക്ഷേ അത് പ്രയോജനപ്പെടാതെ വരികയും ഈ പണം കോടിക്കണക്കിന് രൂപ എത്രയും ഡെഡ് മണിയായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. അതിൽ നിന്നും മാറി ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓരോ മേഖലയിലും ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളത് വരാൻ ദിവസങ്ങളിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം തന്നെ ചോദിക്കുകയാണ്, നമുക്കറിയാം തിരുവനന്തപുരത്തിൻ്റെ ഒരു ടൂറിസം വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ളതാണ്. അതിന് വളരെ സമീപത്താണ് ഈസ്റ്റ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഒരു തിരക്ക് നിയന്ത്രണമൊക്കെ ആകപ്പാടെ പാളിയ ഒരു അവസ്ഥയാണ്. ഈ വിഷയത്തിൽ ഹൈക്കോടതി അടക്കം ഇടപെടൽ നടത്തുന്നു. അതിനൊരു തിരക്ക് നിയന്ത്രണത്തിന് കൃത്യമായ ഒരു ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ ഉള്ള പരാമർശങ്ങളാണ്. അതിലൊക്കെ ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും കൊണ്ടുവരിക? അല്ല, അക്കാര്യങ്ങൾ ജില്ലാ കളക്ടറുമായിട്ട്, സിറ്റി പോലീസ് കമ്മീഷണറുമായിട്ട്, അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണറുമായിട്ടൊക്കെ തന്നെ സംസാരിക്കണം. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ആയിട്ട് സംസാരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് 7 ദിവസമാണ്, ഇന്നും കൂടെ ആകുമ്പോൾ 7-8 ദിവസമാണ് ഞങ്ങൾ ചുമതലയിലേറ്റിട്ട് ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നടക്കുകയാണ്. ആദ്യം കൗൺസിൽ യോഗം കൂടണം, ബഡ്ജറ്റ് വരുന്നു. അപ്പോൾ നിരവധി കാര്യങ്ങൾ കോർപ്പറേഷൻ്റെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കിട്ടുന്ന സമയങ്ങളിൽ ഈ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ ചർച്ചകൾ ആരംഭിച്ചു. അപ്പോൾ അത് ആറ്റുകാൽ പൊങ്കാലയുടെ ചർച്ചകളുടെ ഇടയിൽ തന്നെ ഇക്കാര്യങ്ങൾ ഞങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. ഏതു തരത്തിലാണ് പെട്ടെന്ന് ഒരു പൊളിച്ചെഴുത്ത് അവിടുത്തെ സ്ട്രക്ചറിലൊന്നും സാധ്യമല്ല, ഒരുപാട് പരിമിതികളുണ്ട്. നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് താങ്കൾ പറഞ്ഞ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നത്, പാർക്കിംഗ് നമുക്ക് എങ്ങനെ വ്യത്യാസപ്പെടുത്താം, പാർക്കിങ്ങിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് കളക്ടറുമായിട്ടും കമ്മീഷണറുമായിട്ടും സംസാരിച്ച് അവരാണ് വർഷങ്ങളായിട്ട് ജില്ലാ ഭരണകൂടവും നഗരത്തിലെ പോലീസ് സംവിധാനവുമാണ് ഇക്കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്നും കിട്ടിയ നിർദ്ദേശങ്ങൾ കൂടി അവരുടെ ഇടയിൽ പങ്കുവച്ചുകൊണ്ട് എങ്ങനെ ഇതിനെ നിലവിലുള്ള സാഹചര്യത്തിൽ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകൾ, ചർച്ചകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീരുമാനങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരണത്തിലേറി ഇത്രയേറെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നമുക്ക് ആറ്റുകാൽ പൊങ്കാല വരികയാണ്. നമുക്കറിയാം പലപ്പോഴും മേയർ ആര്യ രാജേന്ദ്രനെ വെട്ടിലാക്കിയത് അവിടെ നടന്ന അഴിമതിയെക്കുറിച്ചിട്ടാണ്. കല്ലുകൾ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ കൊണ്ടുപോകുന്നു. അങ്ങനെ പല രീതിയിലുള്ള വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് നമ്മുടെ പുതിയ നഗരസഭാ ഭരണം ആറ്റുകാലിൽ കാഴ്ചവെക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ? ആറ്റുകാലിൽ ഒരു തരത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു സിസ്റ്റം ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലും കോർപ്പറേഷൻ്റെ കയ്യിലും ഉണ്ട്. ആ സിസ്റ്റത്തിൽ വലിയ പോരായ്മകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിലുപരി താരതമ്യേന കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആദ്യത്തെ വിലയിരുത്തൽ യോഗം കോർപ്പറേഷൻ ഓഫീസ് നടന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് എൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടുകൊണ്ട്, മന്ത്രി ശ്രീ ശിവൻകുട്ടി, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണല്ലോ ആറ്റുകാലമ്പലം വരുന്നത്, ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിലും തുടർന്ന് നല്ല രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ ഇപ്പം നിലവിലുള്ള സിസ്റ്റത്തിൽ ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷത്തേക്ക് അനുഭവം വെച്ചിട്ട് ഇപ്പോൾ വെള്ളം വരേണ്ട താൽക്കാലിക ടാപ്പ് സ്ഥാപിക്കുന്നതിൽ ഭക്തർ വരുന്ന സ്ഥലങ്ങൾ പ്രത്യേകിച്ച് കൗൺസിലർമാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൗൺസിലർമാരുമായിട്ടും കൂടെ ഡിസ്കസ് ചെയ്ത് ടാപ്പ് സ്ഥാപിക്കണമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ പൊങ്കാലയുടെ പീക്ക് ടൈമിൽ ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ വന്ന് വെള്ളം കളക്ട് ചെയ്യുമ്പോഴേക്കും വെള്ളം കുറയാനുള്ള അതിൻ്റെ ഒരു ദൗർലഭ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. ഡ്രെയിനേജ്, കൂടുതൽ ആൾക്കാർ വന്ന് ടോയ്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഡ്രെയിനേജ് സംവിധാനം ബ്ലോക്ക് ആവുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം. ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. അവർ അക്കാര്യങ്ങൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി മുൻകരുതലെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊങ്കാല ദിവസം ക്ലീനിങ്ങിന് വരുന്ന തൊഴിലാളികളുടെ എണ്ണം അത് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചെയർമാനുമായിട്ടും ക്ഷേത്ര പ്രസിഡൻറ്റ്, സെക്രട്ടറിയായിട്ടൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി 2-3 ഘട്ട വിലയിരുത്തൽ യോഗങ്ങൾ കൂടി പല തലങ്ങളിലും നടക്കും. അതോടൊപ്പം തന്നെ ഭക്ഷണം വിതരണം ചെയ്യുന്ന സന്നദ്ധ സംഘടനകൾക്ക് കൃത്യമായിട്ട് ലൈസൻസ് ഏർപ്പെടുത്തി അവരുമായിട്ട് നേരത്തെ സൗഹാർദ്ദപരമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഓൺ ദി സ്പോട്ട് തീരുമാനമെടുക്കാതെ വളരെ നേരത്തെ തന്നെ തീരുമാനമെടുത്ത് അവരുമായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ ആലോചിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇനി വരുന്ന
സമയത്ത് ഏത് കാര്യങ്ങളിൽ ഇടപെട്ടാണ് ഓൺ ദി സ്പോട്ട് തീരുമാനമെടുക്കേണ്ടത്, കൺസേൺഡ് ആൾക്കാരുമായി സംസാരിച്ച് തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരികയാണ്. എങ്ങനെയാണ് നമുക്ക് കൂടുതൽ വികസന പ്രഖ്യാപനങ്ങളൊക്കെ പ്രതീക്ഷിക്കാമോ? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഞങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ തയ്യാറായി ഞങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത്. ഇനി മറ്റൊന്ന്, അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി 11-ാം തീയതി തിരുവനന്തപുരത്ത് വരുന്നു എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം ജനപ്രതിനിധികളെ കാണുന്നുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക ചർച്ചകൾ നടത്തുന്നു. അത് തന്നെ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. നമുക്കറിയാം, പ്രധാനമന്ത്രിയോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി ഒപ്പം നിന്ന് നയിക്കുന്നത്, നമ്മുടെ ഗവൺമെൻറ് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് അമിത്ഷാജി. അദ്ദേഹം തന്നെ നേരിട്ട് തിരുവനന്തപുരത്ത് വരുന്നത് പ്രധാനമന്ത്രിയുടെ കൂടി നിരീക്ഷണത്തിൻ്റെയും പ്രധാനമന്ത്രിയുമായി കൂടി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും അതുതന്നെ വളരെ വലിയൊരു തുടക്കമാണ്. അതോടുകൂടി നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യക്ഷമായിട്ട് എല്ലാ കാര്യങ്ങളിലുമുള്ള പിന്തുണ ലഭിച്ചു കഴിഞ്ഞു. ബസ്സുകൾ, നമ്മൾ ഗതാഗത മന്ത്രിയുടെ വാക്കുകളൊക്കെ കേട്ടു. ഈ ബസ്സൊക്കെ തിരിച്ചു തരാം എന്നൊക്കെയാണ് അദ്ദേഹം വീരവാദം മുഴക്കിയത്. അതിന് താങ്കൾ കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. എങ്കിൽ പോലും ചോദിക്കുകയാണ് ഒരിക്കൽ കൂടി അതേക്കുറിച്ച്. ഞാനത് അന്ന് തന്നെ പറഞ്ഞു, അതിലപ്പുറമായിട്ടൊരു കാര്യവും പറയാനില്ല. ബസ് ഓടിക്കുന്നത് KSRTC ആണ്. അവരാണ് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ പരിശീലനം ലഭിച്ചവർ, ഇൻഫ്രാസ്ട്രക്ചറുള്ളത് അവർക്കാണ്. ഞാൻ പറഞ്ഞ വളരെ ലളിതമായൊരു കാര്യം മാത്രമാണ്. അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യമാണ്. ആ ചെറിയ ബസ്സുകളാണ് ഇട റോഡുകളിൽ ഓടാൻ വേണ്ടി ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളത്. KSRTCക്ക് അവർക്ക് ചർച്ചയുടെ അടിസ്ഥാനത്തിലൊക്കെ അവർക്ക് അതിൻ്റെ ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാം. അങ്ങനെ രാവിലെ ഒരു 5:30-6 മണി മുതൽ പുലർച്ചെ ജോലിക്ക് പോകുന്ന സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഇട റോഡുകളിലൂടെ രാവിലെ ഒരു 5:30-6 മണി മുതൽ ഒരു 10 മണി വരെയും വൈകുന്നേരം ഒരു 3 മണി മുതൽ രാത്രി 8 മണി വരെയും ഗ്രാമീണ മേഖലയിലുള്ള വാർഡുകളിലെ ഇട റോഡുകളിലൂടെ ബസ് ഒന്ന് അയക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ നേരത്തെ തന്നെ KSRTC സ്മാർട്ട് സിറ്റിയും കോർപ്പറേഷനും തമ്മിൽ ഒരു തീരുമാനമുണ്ട്, ഒരു ആലോചനയുണ്ട്, അതിന് കരാറിലുണ്ട്. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ട സാധാരണക്കാരായ ഒരു 8,000 രൂപ 7,000 രൂപയ്ക്കൊക്കെ മാസ ശമ്പളത്തിന് ജോലിക്ക് പോകുന്ന, വീട്ടുജോലിക്ക് ഉൾപ്പെടെ പോകുന്നവരുണ്ട്, പെയിൻറ്റിങ് തൊഴിലാളികളുണ്ട്, തെങ്ങിൽ കയറാൻ പോകുന്നവരുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ തന്നെ ചെറിയ ജോലി, ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ചെറിയ ചെറിയ കടകളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒരു 10,000 രൂപയിൽ താഴെ മാത്രം മാസം ശമ്പളം കിട്ടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഏറ്റവും വലിയ ഗുണകരമാകുമെന്ന് വാർഡുകളിൽ നിന്ന് ജനങ്ങൾ ഞങ്ങളുടെ പറഞ്ഞ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അക്കാര്യം വീണ്ടും അക്കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്ന നേതാക്കന്മാരാണ് ബഹുമാനപ്പെട്ട മന്ത്രിമാരുൾപ്പെടെയുള്ളവർ. അവർക്കും കൃത്യമായിട്ട് ജനങ്ങളുടെ പൾസ് മനസ്സിലാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. തീർച്ചയായും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ കെട്ടിട വിവാദം നമുക്കറിയാം, MLA-യോട് കൗൺസിലർ, അതായത് ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ഉറപ്പാക്കണം, അതിന് മതിയായ ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഓഫീസിൽ ഒരുക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യമാണ് കൗൺസിലർ അറിയിച്ചത്. പക്ഷേ MLA VK പ്രശാന്ത് അതിനോട് അടുക്കുന്ന മട്ടില്ല. ഇപ്പോഴും ഏത് രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതും വ്യക്തമാണ്. എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? കാരണം കോർപ്പറേഷൻ ഈ വിഷയത്തിൽ നിലപാടെടുക്കട്ടെ എന്നൊക്കെ ഒരു ഘട്ടത്തിൽ VK പ്രശാന്ത് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഞാൻ വളരെ ഗൗരവമായിട്ടാണ് ആ വിഷയത്തെ നോക്കിക്കാണുന്നത്. എനിക്ക് ഇത് മാത്രമല്ല, വേറെ ചില അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. അതായത് ഒരു കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് അവർക്ക് കുറച്ചുകൂടി അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവരുടെ ഓഫീസ് സംവിധാനം, അതോടൊപ്പം തന്നെ ഓഫീസിലൊരു സ്റ്റാഫിനെ കൊടുക്കണം, ഓഫീസിൽ കമ്പ്യൂട്ടർ സിസ്റ്റം പക്കയാക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇങ്ങനെയൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തണം. കാരണം ഒരു വ്യക്തി അവരുടെ മുഴുവൻ സമയവും പൊതുസമൂഹത്തിൽ ഒരു വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാകുമ്പോൾ ഒരു 10,000 വോട്ടർമാർ ഉള്ള ഒരു വാർഡിൽ ഏകദേശം ഒരു 3,000 വീടുകൾ തന്നെ ഉണ്ടാകും. 3,000, എൻ്റെ വാർഡിലൊക്കെ തന്നെ 4,000 വീടൊക്കെ ഉണ്ട്. അപ്പം 3,500 4,000 വീടുകളുള്ള ഒരു വാർഡിൽ മുഴുവൻ സമയവും ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. ആ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അവരുടെ എഫിഷ്യൻസി പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അത് അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക്, ജനപ്രതിനിധികളെ കൂടുതൽ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വിരൽ ചൂണ്ടണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിലെ വിജയം അത് പ്രതീക്ഷിച്ചത് തന്നെയാണെങ്കിൽ പോലും മികച്ച വിജയം നേടി. ഇത് മറ്റ് ജില്ലകളിലും ഒക്കെ തന്നെ മറ്റ് നഗരസഭകളെയും ഒക്കെ തന്നെ വല്ലാതെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ, തിരുവനന്തപുരം നഗരസഭയിൽ നേടിയ ഈ മികച്ച വിജയം അതെങ്ങനെയൊക്കെ പ്രതിഫലിക്കും എന്ന് കരുതുന്നുണ്ട്? നിയമസഭാ തെരഞ്ഞെടുപ്പും
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും 3 പാറ്റേണിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള നിരീക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ മികച്ച വിജയം കേരളത്തിലെമ്പാടും ഉണ്ടാകുമെന്നാണ്. ഒന്നാമത് നിൽക്കുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫീൽഡ് ചെയ്യാൻ പോകുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും. അതോടൊപ്പം തന്നെ ഇടതു മുന്നണിയും വലതു മുന്നണിയും അല്ലാത്ത ഒരു ഓൾട്ടർനേറ്റീവ്, LDF UDF അല്ലാത്ത ഒരു ഓൾട്ടർനേറ്റീവിനെ കേരളം തേടുകയാണ് എന്നാണ് തിരുവനന്തപുരത്ത് തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ തലസ്ഥാനത്ത് അങ്ങനെ തെളിയിച്ച സാഹചര്യത്തിൽ കേരളം മുഴുവൻ അത്തരത്തിലൊരു ആലോചനയുണ്ട്, ചർച്ചയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതോടൊപ്പം തന്നെ അവസാനമായി ചോദിക്കുകയാണ്, എങ്ങനെയാണ് തിരുവനന്തപുരത്തിൻ്റെ ഭാവി? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ വലിയ പ്രതീക്ഷയാണ്. അവർ വളരെ ഭദ്രമായി തന്നെ തിരുവനന്തപുരത്തെ അങ്ങ് തന്നിരിക്കുകയാണ്. എങ്ങനെയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭാവി? തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭാവി ഇവിടുത്തെ ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങൾ ഒപ്പം നിന്നാൽ, ജനങ്ങളൊപ്പം ഞങ്ങളോടൊപ്പം നിൽക്കും. തിരുവനന്തപുരത്തിന് നമുക്ക് പ്രവചനാതീതമായ ഭാവിയുണ്ട് നമ്മുടെ നഗരത്തിനും നഗരത്തിലെ ഓരോ വ്യക്തിക്കുമുണ്ട്. കാരണം അത്രത്തോളം, പലതവണ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല, അത്രത്തോളം പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ ഒരു സംവിധാനമാണ് തിരുവനന്തപുരത്തുള്ളത്. നല്ല വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള, അതോടൊപ്പം തന്നെ നാടിനെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത്. അവരൊക്കെ തന്നെ ഒരുമിച്ച് ഞങ്ങൾക്ക് പിന്തുണ നൽകും. ഞങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോടൊപ്പം ഞങ്ങൾക്കൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സാധ്യതകൾ ഉള്ളപ്പോൾ തന്നെ പരിമിതികളുമുണ്ട്. അപ്പോൾ ഈ 2 സർക്കാരുമായിട്ട് ഞങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് പരമാവധി നഗരത്തെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുമ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന, ലോകം തിരുവനന്തപുരം സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിനങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഒരുപാട് നന്ദി. നമുക്കറിയാം വളരെ തിരക്കുള്ള ദിവസങ്ങളിലൂടെയാണ് അങ്ങ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പോലും നമുക്ക് വേണ്ടി അരമണിക്കൂർ അങ്ങ് ചെലവഴിച്ചു എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷാണ് പുത്തൻപുരയിൽ അതിഥിയായി എത്തിയത്.